ഫ്രണ്ട്സ് ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പച്ചച്ചക്കയാണ്. ഇതും വെച്ച് നമുക്കൊരു ബജ്ജി ഉണ്ടാകും. അപ്പോൾ നമുക്ക് ചക്ക 2 പീസാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് മതി. അപ്പോൾ ബാക്കി പീസ് നമ്മുടെ വിനയ മച്ചാന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചക്ക. ഇനി നമുക്കിത് കഷ്ണമൊക്കെ ഇട്ട് ഇതിനുള്ളിൽ ചോളം എടുക്കണം, ചക്കച്ചോളം എടുക്കണം. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ചക്ക വെട്ടിപ്പൊളിച്ച് ചക്കച്ചോളയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ചക്കച്ചോളം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ചക്ക ബജ്ജിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കടലപ്പൊടിയും വെള്ളവും ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം മച്ചാന്മാരെ നമ്മുടെ ചക്ക നമുക്ക് പൊരിച്ചെടുത്താലോ. അതിനായിട്ട് നമ്മൾ ചട്ടി വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ചക്ക ബജ്ജി തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ചക്ക ബജ്ജി ബാക്കിയുള്ളതൊക്കെ പൊരിച്ചെടുക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ചക്ക ബജ്ജി ബാക്കിയുണ്ടായ ബാലൻസൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ചക്ക ബജ്ജി നന്നായിട്ട് പൊരിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ചക്ക ബജ്ജി എങ്ങനെ ഇട്ട് നോക്കണ്ടേ? അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഒരു മുളക് ചമ്മന്തിൽ മുക്കി ഒന്ന് കഴിച്ച് നോക്കാം. ഒന്നും പറയണ്ട, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.